നടപടിയാവില്ല എന്ന് പറഞ്ഞ നടപടി. ആ കാറ് കാണാതിരുന്നപ്പോഴേ ഞാൻ വിചാരിച്ചു എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. ബെൻസ് കാറ് കഴുകിയിട്ട് ഞാൻ വിട്ടേക്കണ എവിടെയെന്ന് അറിയാമോ? അത് അറിയാന്നുണ്ടല്ലേ ഞാൻ ഈ പറഞ്ഞത്. തറവാട്ടിലേക്ക് എന്റെ അമ്മച്ചിനെ കൊണ്ടുവരാൻ. അതല്ല ഞാൻ പറഞ്ഞത്, അതെങ്ങനെ ശരിയാവും? അമ്മച്ചിനെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരണേ മേച്ചേട്ടാ? അമ്മച്ചിനെ എന്തിനാ കൊണ്ടുവരുന്ന? അമ്മച്ചിനെ പരിപാടിയൊക്കെ കാണിക്കട്ടെ. നമ്മൾ ഇത്രയും വലിയ പരിപാടിയൊക്കെ കാണിച്ചിട്ട് അമ്മച്ചിനെ ഇവിടെ കൊണ്ടുവരണ്ട. അമ്മച്ചി ഞാൻ സെറ്റ് ആവത്തില്ല എന്ന് മേച്ചേട്ടൻ അറിയത്തില്ലയോ? നീ എന്താടി എങ്ങനെ പറയണത്? 10 മാസം ചുമന്ന് നടന്ന് പെറ്റു വളർത്തിയ അമ്മച്ചി, എന്നെ താരൊലിച്ച് വളർത്തിയ അമ്മച്ചി, എന്നെ താരാട്ടുപാടി ഉറക്കിയ അമ്മച്ചി, എന്നെ മാമോദീസം മുക്കിയ അമ്മച്ചി. എന്റെ അമ്മച്ചി നിനക്ക് എന്താ പ്രശ്നം? സാറേ എന്റെ അമ്മച്ചി വരും. ഞങ്ങൾ സെറ്റ് ആവില്ല എന്ന് അറിയത്തില്ല മേച്ചേട്ടാ. എന്റെ അമ്മച്ചി തന്റെ അമ്മച്ചി വരുന്നുണ്ടോ? അതല്ലത്, പിന്നെ ഒരു സാധനം കേറ്റി പറയുമ്പോ ഇറക്കി കളയല്ലേ. എന്റെ അമ്മച്ചി, സാറിന്റെ അമ്മച്ചി ഒന്ന് പുറത്ത് നിൽക്കണ്. വെൽക്കം ടു മൈ അമ്മച്ചി. സാറിന്റെ അമ്മച്ചി തന്നെയാണ്. സാറായിട്ടൊരു മാച്ചും ഇല്ലല്ലോ. ആ സാറുമായിട്ടല്ല മാച്ച്, അതാണ് ഞാൻ പറയുന്നത്. മാച്ച് മുഴുവനും ഞാനുമായിട്ടാണ്. ടെസ്റ്റ് മാച്ച്, ഫൈനൽ മാച്ച്, സകല മാച്ച് ഞാൻ അപ്പൊ പൊളിക്കും. അമ്മച്ചിയെ വിളിക്കല്ലേ അതിന്. എന്താടാ ഈ കാണുന്നത്? എന്റെ കഥയോസി ഉണ്ണിയാളാ. ഞാൻ വിചാരിച്ചു മണർകാട് പള്ളിയിൽ പെരുന്നാളാണെന്ന്. എടാ ഇതിന്റെ കാശ് മുഴുവൻ കൊടുക്കണത് നീയാണോ? പിന്നല്ലാതെ. എന്റെ പൊന്നോ, ഈ പൈതൃകമായിട്ട് കിട്ടിയ സമ്പത്ത് മുഴുവൻ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ താന നീന കളിച്ച് കളയേണ്ട വല്ല കാര്യം? പൊളിയാണ് അമ്മച്ചി. അമ്മച്ചി ഇവിടെ ഇരുന്നാ മനസ്സിലാവോ? ഗസ്റ്റുകളൊക്കെ നിനക്ക് എത്ര മാസമായടി? ഓ ഇതിപ്പോ ഒരു 6-7 മാസമായി അമ്മച്ചി. നിനക്ക് സുഖപ്രസവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവന് ഈ കോമഡിയൊക്കെ കാണിപ്പിക്കുന്നത്. ആ സത്യം. അതായത് ഈ വയറ്റി കിടക്കുന്ന കൊച്ചിങ്ങനെ കോമഡി ഒക്കെ കിട്ടി ചിരിച്ച് ചിരിച്ച് വളരണം. അതാണ് കേട്ട് ജനിക്കണം. എന്റെ പ്രസവം തന്നെ ഒരു കോമഡി ആയിരുന്നു. ഇവനെ പ്രസവിച്ചതേ 10 പറയ്ക്ക് നിലം ഇങ്ങനെ കൊയ്തുകൊണ്ടിരിക്കുന്ന സമയത്താ എനിക്ക് വേദന വരുന്നേ. അപ്പൊ തന്നെ ഞാൻ മുറിയുടെ അകത്ത് പോയി പെറ്റിട്ടിട്ട് തിരിച്ചു വന്നിട്ട് ബാക്കി കണ്ടോണ്ടി കൊയ്ത് തീർത്ത ആളാ ഞാൻ. ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക് കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ ഒരു കാര്യം ഉണ്ടടി വേണ, നമ്മൾ ഈ ഉണ്ടല്ലോ ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളുണ്ടല്ലോ, ആ സ്വപ്നം പോലത്തെ കൊച്ചുക്കളായിരിക്കും നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതായത് സാധാരണ നമ്മൾ ഈ സൂര്യനെ സ്വപ്നം കണ്ട സൂര്യന്റെ വാരത്തെ കൊച്ചുണ്ടാവും, ചന്ദ്രനെ സ്വപ്നം കണ്ട അരിവാള് പോലത്തെ കൊച്ചുണ്ടാവും. പിന്നെ നമ്മൾ റോസാപ്പൂ സ്വപ്നം കണ്ടാലുണ്ടല്ലോ, നല്ല റോസാപ്പൂ പോലത്തെ സുന്ദരികളായ കൊച്ചുങ്ങളുണ്ടാവും. അല്ല അമ്മച്ചി എന്ത് സ്വപ്നമാണ് ഇപ്പൊ കണ്ടത്? ഇവനെ പറ്റപ്പോളാ ഇടിയും മിന്നലും പവർ കട്ടും. അത് കറക്റ്റ് ആയിരുന്നു. അതെ അമ്മച്ചി വീടൊക്കെ ഒന്ന് കാണാം. അമ്മച്ചി ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. ചായയും മറ്റേ പലഹാരങ്ങളൊക്കെ എടുത്തു വെച്ചോ, അച്ചപ്പം കൊയിലപ്പം. മോളെ അമൃതേ തുടങ്ങിക്കോ. ഇനി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമുക്ക് ഏറെ പ്രിയപ്പെട്ട നമ്മുടെ രമേശ് ചേട്ടനും ഒപ്പം ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് കലാഭവൻ പ്രജോത്. പ്രജോട്ട കാണുന്നുണ്ടല്ലോ അല്ലേ? ഫൺ ബേബി ഫൺ വളരെ രസകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പരിപാടികളിലേക്ക്. പ്രചോദനം എന്റെ വകയും കൂടെ ഞങ്ങളുടെ വകയും കൂടെ ആയിട്ടൊരു സ്വാഗതം അറിയിക്കുകയാണ്. സന്തോഷം, ഒരുപാട് സന്തോഷം. കാര്യം ഈ പിഷുവിന്റെ ഒക്കെ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ പിഷു ഏത് പ്രോഗ്രാം ടൈറ്റിൽ ഇട്ടാൽ അത് അടിപൊളി ടൈറ്റിലാണ്. എനിക്ക് ഈ പ്രോഗ്രാം ടൈറ്റിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫൺ ബേബി ഫൺ. ഞാൻ കാണാൻ തുടങ്ങിയ കാലം മുതല് ഈ മനുഷ്യന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അതായത് നമ്മുടെ മമ്മൂക്ക, ചാക്കോച്ചൻ, അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ പറയുന്നൊരു പേരെന്ന് പറഞ്ഞ പ്രചോദനാണ്. എന്താണ് ഈ ഒരു ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു? അല്ല, അത് മെയിൻറ്റെയിൻ എന്നുള്ളതല്ല, നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നല്ല കുറെ സുഹൃത്തുക്കൾ നമുക്കുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കും അല്ലേ? അങ്ങനെ പറയണ്ട. ഞാൻ കാണുമ്പോഴൊക്കെ ഒരു കുഴപ്പമുണ്ടായില്ല. ഇപ്പൊ ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. സ്വഭാവത്തിലോ? അതോ സ്വഭാവത്തിലും ഉണ്ട്, അഭിനയത്തിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. ഇത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട്. നല്ലതാ പറഞ്ഞേ. ശരി, ഇത് ആരാണിത്? എന്റെ അമ്മച്ചി. മമ്മി ബേബി സാറിന്റെ അയ്യോ, ബേബി സാറിന്റെ
ഞങ്ങള് കണ്ടില്ലായിരുന്നു കേട്ടോ. ഇപ്പൊ വന്നു. മമ്മി രാവിലെ ഞാനിപ്പോ രാവിലെ വന്നോളൂ. ഈ പ്രചോദം എന്ന് പറഞ്ഞ ചെറുക്കനെ കണ്ടുള്ളേ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാന്നേ. എന്നിട്ടാണ് മാറ്റമില്ല എന്ന് പറയുന്നത്. അവൻ മഴയത്ത് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ അവന്റെ വിവരം അറിയാൻ പറ്റും. അയ്യോ, അമ്മ വന്നത് ഞങ്ങൾക്ക് ഏതായാലും വലിയ സന്തോഷായിട്ടോ. അല്ല, ഞാൻ വന്നപ്പോ ഈ പെങ്കൊച്ച് എന്നെ മാറ്റി കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ആങ്കർ ചെയ്തോളാം. അത് അങ്ങനെ ആങ്കർ ചെയ്ത് എന്താ ഗുണമുള്ളത്? അല്ല, കാശ് തരണ്ട, പിന്നെ എനിക്ക് ഗൂഗിൾ പേ ചെയ്താൽ മതിന്നേ. അല്ല, ഇതിന്റെ ഒരു ക്രിയേറ്റീവിന്റെ സൈഡിൽ നിൽക്കുന്ന ആളെന്നുള്ള നിലയിൽ അമൃത തന്നെ അല്ലേ പറഞ്ഞത്? അത് അമ്മ ആങ്കർ ചെയ്ത ശരിയാത്തില്ല. നീയാണോടാ കാശ് കൊടുക്കണേ? അതെ. അപ്പൊ നീ പറയണതിനൊരു വിലയില്ലേ ഇവിടെ? അല്ല, അമ്മച്ചി ആങ്കർ ചെയ്തോ? ആ, അല്ല, അയ്യോ, അങ്ങനെ പറയല്ലേ സാർ, അങ്ങനെ പറയല്ലേ. അമ്മച്ചി ആങ്കർ ചെയ്ത പരിപാടി തോട്ടി പോകും, അതുകൊണ്ടാണ് പറയുന്നത്. അമ്മച്ചി ആങ്കർ ചെയ്യും. പ്ലീസ് സാർ, ബേബി സാർ അങ്ങനെ പറയല്ലേ. ഇവന്മാരെ രണ്ടുപേരെ മാറ്റാണ്ട് വേറെ ആൾക്കാരെ വെക്കും. അല്ല അമ്മച്ചി, കൊച്ചു ചെയ്തോട്ടെ, അതുകൊണ്ടാ പറയുന്നത്. അവര് വിചാരിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാശ് കൊടുക്കണ എന്റെ മോനാണെങ്കിൽ എനിക്ക് അതിനുള്ള അധികാരം ഉണ്ട്. അമ്മച്ചി ആങ്കർ ചെയ്യും. ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്നോനാ നമുക്ക് രമേശേട്ടാ, പോ അവിടെ പോയിരിക്കും. അടി വണ്ണ ചെയ്ത് പഠിക്കും, ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ എനിക്കത് ഞാൻ അത്ര കണ്ടേക്കണതാ. ഇടവകയിലുള്ള എല്ലാ ഇടവകയോ? ഏ, ഇടവകയല്ലേ ഇത്? പിന്നെ ഇത് സ്റ്റുഡിയോ ഫ്ലോർ ആണ്. ആ, അത് ഞാൻ പറഞ്ഞോളാം. നീ സൂര്യ ടി വി ബ്രേക്സ് എന്ന് പറഞ്ഞാൽ മതി. ആ, സൂര്യ അതിരൂപതയിൽപ്പെട്ട എല്ലാവർക്കും. എന്റെ അമ്മച്ചി അതിരൂപതല്ല, പ്രേഷർ, സൂര്യ പ്രേഷർ. എനിക്ക് ഫൊറോന അതിരൂപത ഇടവകയൊക്കെ വരുള്ളൂ. അതുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യാം, ഞാൻ പറഞ്ഞോളാം. എന്റെ മനുഷ്യന്മാരെ, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഫൺ എന്റെ മോൻ ഫണ്ണിലേക്ക് സ്വാഗതം. ഹലോ അമ്മച്ചി, ഞാൻ പറഞ്ഞല്ലേ ചെയ്താ ശരിയാവൂല എന്ന്. എന്തേ? ഇത് ഫൺ എന്റെ മോൻ ഫൺ അല്ല, ഫൺ ബേബി ഫൺ. എന്റെ മോന്റെ പേര് ബേബി എന്നല്ലേ? അമ്മച്ചി, ആ ബേബി നമ്മുടെ ബേബിച്ചനല്ല. പിന്നെ ഈ ബേബി എന്റെ വയറ്റിൽ കിടക്കുന്ന ബേബിയാണ്. ആ, എന്നാ മാറ്റി പറഞ്ഞ. ഫൺ എന്റെ കൊച്ചുമോൻ ഫണ്ണിലേക്ക് സ്വാഗതം. ആര്യ മേഡം, പ്രോട്ടീൻ ഷേക്ക് കുടിക്കാൻ സമയമായി. എന്ത് പറ്റി? എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ മേഡത്തിന്? കൊടുക്ക്. ഇന്ന് മേഡം കുടിക്കേ. വേണ്ട, ഞാൻ പിന്നെ കുടിച്ചോളാം. പിന്നെ കുടിച്ചോളാം. അല്ല, ഓണത്തിന്റെ പരിപാടി, റെസിഡൻസിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതല്ലേ? പിന്നെന്താ ഇപ്പൊ ഒരു ഫാൻസി ഡ്രസ്സിന്റെ? ഞാൻ അറിഞ്ഞില്ലല്ലോ ഒന്നും. വിചാരിച്ചാലോ ഒരു വാക്ക് എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ഇതേതാ ഈ പച്ചപ്പനം തത്ത? ആര് ചേച്ചി നോക്കാൻ വന്ന നേഴ്സാ. എന്താ? അമ്മച്ചി, അത് എന്നെ നോക്കാൻ വന്നതാ. നിന്നെ നോക്കാനല്ലേ കെട്ടിയോനുള്ളേ? അല്ല, ഇവളുടെ പ്രസവ. ആ, വയറ്റാട്ടിപ്പെണ്ണ്. അല്ല, നേഴ്സ്. ആ, പണ്ട് വയറ്റാട്ടിപ്പ നേഴ്സ് അതല്ലേ? അടിയണ്ണ അവക്കട ഒരു പ്രോട്ടീനും ബ്രൂട്ടീനും കേറിപ്പൊടിയകത്ത്. ആഹാ, കൊണ്ടോ പറഞ്ഞു. അത് ശരി. ഇത്ര ആൾക്കാർ അവിടെ ഒന്ന് കയ്യടിക്കുക ചെയ്യുന്നോട്ടെ. എന്റെ നടുക്കൊരു വേട്ടാവളിയാൻ കൈ നീട്ടിയിരിക്കണേ. അതായത് അമ്മച്ചേ, ആ, ഞാൻ കയ്യടിക്കാരനല്ല, പിന്നെ കൈനോട്ടക്കാരനാ. നിനക്കെന്താ? എന്നെ കൈയടിക്കാനല്ലാതെ പിന്നെ കാശ് കൊടുത്ത് ഇവിടെ ഇരിക്കണതിലാണ്. എന്റെ പൊന്ന് ബേബി മോലാളി, ഈ ആവശ്യമില്ലാണ്ട് വെറുതെ കൈയടിച്ച നമ്മുടെ കയ്യിലുള്ള രേഖകൾ മുഴുവൻ നഷ്ടപ്പെടും. കയ്യിലുള്ള രേഖകൾ നഷ്ടപ്പെട്ട നമ്മുടെ കയ്യിലെ ഭാഗ്യവും നഷ്ടപ്പെടും. അറിയോ നിങ്ങക്ക്? കഴിഞ്ഞ ദിവസം ഞാൻ ചോറ്റാനിക്കര അമ്പലത്തിന്റെ മുന്നിൽ ഇരിക്കുമ്പോഴേ, അവിടെ ഇറക്കാൻ നിനക്കെന്താ 3 കൈ? അതാ ഞാൻ ചോദിക്കുന്നത്. അയ്യോ, അതെ, കഴിഞ്ഞ ദിവസം ഞാൻ ചോറ്റാനിക്കര അമ്പലത്തിന്റെ മുന്നിൽ ഇരിക്കായിരുന്നു. അപ്പൊ ഒരുത്തം വന്നുകൊണ്ട് എന്നോട് ചോദിക്കാ, ഈ കയ്യൊന്ന് നോക്കി തരുമെന്ന്. എന്റെ ദേവി, ഞാൻ ആ കയ്യൊന്ന് നോക്കിയപ്പോണ്ടല്ലോ, ഇവൻ ഈ കണ്ണി കണ്ട റിയാലിറ്റി ഷോ പോയി ഇരുന്നിട്ട് സ്ഥാനത്തും മസ്ഥാനത്തും കൈയടിച്ച് അവന്റെ രേഖ മുഴുവൻ പോയി. കൈ തുറന്നു നോക്കിയപ്പോഴേ മുട്ട പുഴുങ്ങിട്ട് തൊണ്ടു വിളിച്ച പോലെ ഒന്നുമില്ല അതിനകത്ത്. ഉണ്ണി ഉണ്ടായിരുന്നോ? ആ, ഉണ്ണി. ഓ, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ മാത്രം ചോദിക്കൂ. എന്റെ പൊന്നും മക്കളെ. ഹലോ, നിങ്ങൾ അവിടെ നിന്ന് കൈ അടിക്കണം കേട്ടോ. വന്ന സ്ഥിതിക്ക് കയ്യാലേ പറയട്ടെ. കൈ അടിക്കാൻ അതെ, ജഡ്ജസ് ഒരു കാര്യം മനസ്സിലാക്കാം. എന്റെ പൊന്നും മക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാണ്ട് വെറുതെ കടകടാന്ന് കൈയടിച്ചാൽ നിങ്ങളുടെ കയ്യിൽ രേഖ പോവും. നിങ്ങൾ കൈയടിക്കാൻ ജഡ്ജസിനെ കണ്ടുപിടിക്കണം. അവര് കൈയടിക്കാൻ ശ്രദ്ധിച്ചണ്ട. ഇങ്ങനെ അടിക്കില്ല. അതെ, ഈ അച്ചാർ എടുക്കണ പോലെ രേഖയില്ലാത്തോടത്ത് അവരടിക്കുള്ളൂ. പിന്നെ ഇങ്ങനെ കാണിക്കും. അവരുടെ കൈയടിച്ച് രേഖ കളയണ പരിപാടി അവർക്കില്ലാത്ത മക്കളെ. എടാ, നീ ഇടർക്ക കൈ നോക്കണ ആളാണെങ്കിലേ നീ ഇങ്ങോട്ട് കേറി വന്നേ. ഒരാളെ കിട്ടാൻ നോക്കിയിരിക്കായിരുന്നു. കൈനോട്ടക്കാരനെ ഞങ്ങളുടെ ബൈബിളിൽ പറഞ്ഞേക്കണ കൈ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞേ. വേണമെന്നില്ല. ഒരു കാര്യം ചെയ്യ്, എന്റെ മുഖം നോക്കിട്ട് ഒരു ലക്ഷണം പറഞ്ഞേ. എന്റെ ദൈവമേ, എന്റെ ഇത്രയും കാലത്തെ മുഖനോട്ടത്തിനിടയിൽ ഇത്രയും ലക്ഷണം
മുഖം എന്റെ ജീവിതത്തിൽ കണ്ടത്. ഒറ്റ കീറുക നീ ലക്ഷം വീട്ടിൽ പോയി കിടക്കാൻ കേട്ടോ. അവളെ കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിനക്ക് അറിയാമോടാ ഞാനുണ്ടോ പണ്ട് ആരായിരുന്നെന്ന് അറിയാമോ? ആരായിരുന്നു? 66-ലെ മിസ് കേരള ആയിരുന്നു ഞാൻ. അത് സത്യം. ഇപ്പൊ 66 എഴുതി വെച്ച പോലെ ഇരിപ്പുണ്ട് ആള്. ഞാനേ റാമ്പി കയറിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ നടന്നിട്ടുണ്ടല്ലോ, ഈ ഞെറി വെച്ചൊരു അട്ടാട്ടിട്ടുണ്ടല്ലോ, ഈ പിശാടി പോലത്തെ 3 തെറിച്ചു പോയാ. അറിയാമോ? എടാ എന്റെ മുഖം നോക്കി ലക്ഷണം പറയോ? എന്റെ പൊന്നു മോളെ, ഒരാളുടെ മുഖലക്ഷണം പറയണമെങ്കിൽ മുഖത്ത് നോക്കണം. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടീനെ 13 സെക്കൻഡിൽ കൂടുതൽ മുഖത്ത് നോക്കിയിരുന്ന സെൻട്രൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ആ പണിക്കില്ല, ഞാൻ ആ ടൈപ്പ് അല്ല. ഞാൻ പ്രായപൂർത്തിയായിട്ടില്ല. അല്ല, ഓക്കെ. ഈ കൈരേഖ നോക്കുമ്പോ കൈരേഖ നോക്കി കള്ളം പറയാൻ പറ്റില്ല, ഉള്ളതേ പറയാവൂ. ഉള്ളത് പറഞ്ഞാൽ മതി. ഉള്ളത് പറഞ്ഞാ നിങ്ങളുടെ ഉള്ള പണി പോകും. എന്നാ ഇപ്പൊ നോക്കണ്ട. ഏതെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞു. അതെ അതെ, എന്റെ മാനേജറാണ്. ഇല്ലില്ല, പുള്ളി വലിയ കൈനോട്ടക്കാരനല്ല. ആ പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്ന് വിറകന കണ്ടപ്പോ ഞാൻ ഒരു കൈനീട്ടം കൊടുത്താലോ എന്ന് വിചാരിച്ചാണ്. ഞങ്ങൾക്ക് ഈ കൈ നോട്ടത്തിലൊന്നും വിശ്വാസമില്ല. തീരെയില്ല. അല്ല, ഇത് നല്ല കയ്യാ. ഞങ്ങൾ അത്യാവശ്യം കൂടുതൽ മനസ്സിലായി, അത് വിട്ടോ. എനിക്ക് വിശ്വാസമില്ല. എനിക്ക് വിശ്വാസം കൈ നോട്ടത്തിൽ വിശ്വാസമില്ല. ഇല്ല അത്യാവശ്യം ഇല്ല. കൂടോത്രത്തിലൊക്കെ വിശ്വാസമുണ്ട്. മൊത്തം കള്ളത്തരം. ചക്രപാണി അല്ലേ? ഒരു പണിയെടുക്കാതെ കരക്കാരുടെ ചക്രം കയ്യിൽ വരുത്തുന്ന പണിയുള്ളവൻ ചക്രപാണി. ഞാനൊരു കാര്യം പറയുന്നതുകൊണ്ട് ഭയപ്പെടരുത്. ഞാനോ? നിങ്ങളുടെ അടുത്ത് തന്നെ നിങ്ങൾക്കൊരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. പേടിപ്പിക്കല്ലേ? സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. അതെ അതെ, ഈ പറഞ്ഞതൊന്നും നടക്കാൻ പോണില്ല. ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു വിശ്വാസം ഇല്ല. പിന്നെ പറയുന്നത് നിങ്ങളൊന്നും പോയ ഇവിടെ വേറെ പരിപാടിക്ക് പിള്ളേര് ഒരാളിയുടെ ഭാവിയും ഭൂതവും പറയാനായിട്ട് കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മേഡത്തിന്റെ കുറച്ച് ഭാവി കാര്യങ്ങൾ പറയാനുണ്ട്. വിശ്വാസമില്ലെന്ന് പറഞ്ഞല്ലോ. അതെ, നിർത്ത്. നല്ല ഭാവി ഉണ്ടാകാൻ വേണ്ടിട്ട് സ്റ്റാൻഡപ്പ് പറയാൻ വേണ്ടിട്ട് കുറച്ച് പിള്ളേര് വന്നിട്ടുണ്ട്. അവര് വന്ന് സ്റ്റാൻഡപ്പ് പറയട്ടെ, നമുക്ക് അവിടെ മൈജി ഫ്യൂച്ചർ ഫൺ ബേബി ഫണിൽ ഇനി നമുക്കൊരു സ്റ്റാൻഡപ്പ് പെർഫോമൻസ് കാണാം. ലെറ്റ്സ് വെൽക്കം മെൽവിൻ മാനുവൽ. മെൽവിനെ പണ്ടൊക്കെ കണ്ടോണ്ടിരുന്നതിനേക്കാളും മെൽവിൻ അങ്ങനെ മുടി നീട്ടി വളർത്തിയൊക്കെയാണ്. അതെ. ഇതിന്റെ രഹസ്യം ഇത് ഒരു കാലത്ത് ആ സോൾജിയർ എന്നൊക്കെ പറഞ്ഞ ഗുപ്തൊക്കെ ഇറങ്ങിയ സമയത്ത് ബോബി ഡിയോളിന്റെ ഒരു ചായ എനിക്ക് തോന്നുന്നു. തന്നെയല്ല പിഷാരടി, സാധാരണ ഈ വരുമ്പോ നമുക്ക് ഈ റാം വാക്ക് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. പക്ഷെ എനിക്കൊന്ന് മെൽബൺ ഈ വരാൻ നേരത്ത് ഭയങ്കരമായിട്ട് സ്റ്റൈലാണ് വരുന്നത്. സ്റ്റൈലാ അതൊക്കെ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? ഇത് അങ്ങനെയൊന്നും പ്രാക്ടീസ് ചെയ്യല്ല. ഞാൻ എപ്പോഴും വെറുതെ നടപ്പല്ല. വെറുതെ റാംബുവാക്ക് തെക്ക് വടക്ക് നടക്കുവാന്ന് പറയും. ഇപ്പൊ അതിന്റെ പേര് അതാണ്. മെൽവിനെ എന്താ മുടിയുടെ രഹസ്യം? മുടി വളർത്താൻ കാരണം ചേട്ടാ, അത് എനിക്ക് ഒരു സിനിമയിൽ ഒരു അവസരം കിട്ടി. അടിപൊളി. സിനിമയാണ്, ഡീറ്റെയിൽസ് പറയോ? അത് ബിജു മേനോൻ സാർ അഭിനയിക്കുന്ന അവർ അച്ഛൻ ആൻഡ് സൺസ് എന്ന സിനിമയിലാണ്. അപ്പോൾ അതില് ശ്രീനാഥ് ബാസി ഉണ്ട്, ഗണപതി ഉണ്ട്. അപ്പൊ അതിലെ ഒരു നെഗറ്റീവ് ക്യാരക്ടറിന്റെ കൂടെയുള്ള 2 കൂട്ടുകാരിൽ ഒരാളായിട്ടുള്ള വേഷമാണ്. എന്റെ പുതിയ സിനിമയിലേക്ക് എനിക്ക് ഞാൻ ബേബി സാറിനെയും ആര്യമാഴത്തിനെയും അഭിനയിക്കാൻ ക്ഷണിക്കുകയാണ്. പുതിയ സിനിമ ചെയ്യുന്നുണ്ടോ? ഒരു കാര്യമുണ്ട്, ഒരു ചെറിയ ഒരു റോളും കൂടെ കൊടുക്കാൻ പറ്റോ? അത് ഞങ്ങളിത് വരുമ്പോ ഇങ്ങനെ പാക്കേജ് ആയിട്ടല്ലേ വരാൻ പറ്റൂ. അടുത്ത മാസം തുടങ്ങണം, അതുകൊണ്ടാണ്. ആരാണ് ഡയറക്ടർ? അപ്പൊ അത് നമ്മൾ നായകന്റെ കൂട്ടുകാരനായിട്ടാണ് ബേബി സാറിനെ ഞാൻ കണ്ടേക്കണത്. നടക്കുന്ന കൂട്ടുകാരനാണ്, ഡെപ്തുള്ള ക്യാരക്ടറാണ്. കാണിക്കണ കുഴിടാത്തുന്നാണ്. ഈ പിന്നെ ആര്യ മേഡം നായകന്റെ മെയിൻ കൂട്ടുകാരിയായിട്ടാണ്. ഗർഭിണിയായ കൂട്ടുകാരി. പിന്നെ എന്റെ തിരക്കഥ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾ ആരുടെയും കയ്യിൽ നല്ല തിരക്കഥ തന്നെ കൊണ്ടുവന്നാ നമുക്ക് സിനിമയൊക്കെ പ്രചോദനയിലുണ്ട്. നമുക്ക് ചെയ്യാം. തീർച്ചയായും. എനിക്കൊരു ആഗ്രഹം കൂടി ഉണ്ട്. രമേശ് ചേട്ടൻ തന്നെ ഇത് ഡയറക്ട് ചെയ്യണം. ഡയറക്ടറും വേണം. എനിക്ക് പറ്റിയ ക്യാരക്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെ, നമുക്ക് ഈ പടം 2 മാസത്തിൽ തീർക്കണം. നിങ്ങൾ ഡയലോഗ് പറഞ്ഞപ്പോഴത്തേക്ക് 2 കൊല്ലം കൊടുക്കും. ഇതിപ്പോ കഥാപാത്രങ്ങളായി ഡയറക്ടറെ കിട്ടി. താനെന്താ ചെയ്യണം? ഞാനാണ് പടത്തിലെ നായകൻ. വ്യാപിച്ചാണ് പടം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ പടം ഓക്കെ. ചില കൂട്ടുകാരുണ്ടല്ലോ, സിഗരറ്റ് വലിക്കുമ്പോ ചുണ്ടുമായിട്ട് വരും. തീപ്പെട്ടിയും സിഗരറ്റും ഒക്കെ നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞ പോലെയാ. എല്ലാം കയ്യിലുണ്ട്, എല്ലാം നമ്മൾ തന്നെ ചെയ്തുതരാം. ഒരു കാര്യം ഇതൊക്കെ ഞങ്ങൾക്ക് പരിഗണിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. തൽക്കാലം നമുക്ക് സ്റ്റാൻഡപ്പ് ചെയ്യുന്നതിനെ പറ്റി അഭിപ്രായം ഉണ്ടോ? ചെയ്യാം. എന്താ ചെയ്യുന്നത്? വന്നത് എക്സ്പെക്ടേഷൻസ് വേഴ്സസ് റിയാലിറ്റി. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്ന്, സംഭവിക്കുന്ന മറ്റൊന്ന്.
ഇപ്പോ എൻ്റെ അപ്പനും അമ്മയും ഒരു ടൈം ട്രാവൽ മെഷീൻ അന്വേഷിച്ച് നടക്കുകയാണ്. വേറെ ഒന്നുമില്ല, എന്താ പറയാ 30 കൊല്ലം പുറകോട്ട് പോകാൻ, എന്നിട്ട് അവിടെ കല്യാണമേ വേണ്ടെന്ന് നോക്കാൻ. അപ്പൊ ഇപ്പൊ എന്നെ പോലെ ഒരുത്തന അവൻ സഹിക്കണ്ട, നാട്ടുകാരൻ സഹിക്കണ്ട. യെസ്, ഐ ആം എൽബി മാനുവൽ ഫ്രം കൊച്ചി. എൻ്റെ നാട്ടിലെ പഠിത്തമൊക്കെ കഴിഞ്ഞപ്പാ ഞാൻ എൻ്റെ വീട്ടുകാരിലും പ്രതീക്ഷിച്ച ഒരു ചോദ്യമുണ്ട്. മോനെ, അത് സിനിമയിലൊക്കെ ചോദിക്കും പോലെ, മോനെ നിനക്ക് MBA ചെയ്യാൻ US പോകണോ UK പോകണോ? പക്ഷെ എൻ്റെ വീട്ടുകാരോട് ചോദിച്ചാൽ എടാ നിനക്ക് ബാബു മേസോടെ വാർക്കപ്പണിക്ക് പോണാ അതാ ബിജു മേസോടെ മരപ്പണിക്ക് പോകണമെന്ന്. എനിക്ക് ദേഷ്യം തോന്നി. ഞാൻ അമ്മച്ചി ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ബുദ്ധിമുട്ടി പഠിച്ചത് കണ്ട വാർക്കപ്പണിക്ക് മരപ്പണിക്ക് പോകാനല്ല. ഞാൻ ആഗ്രഹിച്ചൊരു കളർഫുൾ ലൈഫാണ്, അതുകൊണ്ട് ഞാൻ പെയിന്റ് പണിക്ക് പോയിക്കോളാം. അപ്പോൾ ഞാൻ ജീവിതത്തിൽ എവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ സ്വന്തമായിട്ട് മിമിക്രി പഠിച്ച് കുറേ മിമിക്രിക്കാരെയും കുറച്ച് ഡാൻസുകാരെയും പാട്ടുകാരെയും സംഘടിപ്പിച്ച് ഞാൻ മിമിക്രി ട്രൂപ്പ് ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ ഈ പരിപാടി പിടിക്കുമല്ലോ, പരിപാടി പിടിക്കാൻ വേണ്ടി ഒരു പ്രോഗ്രാം ഏജന്റ് ചെന്ന് കണ്ട്. അപ്പോൾ ഏജന്റ് പറഞ്ഞ് പുള്ളി പറഞ്ഞ റേറ്റിന് കളിക്കാമെങ്കിൽ പ്രോഗ്രാം തരാം. പുള്ളി പറഞ്ഞ റേറ്റ് ഇതാണ്: മിമിക്രിക്കാണെങ്കിൽ ഒരു നടന്റെ സൗണ്ടിന് 120 രൂപ, പാട്ടിനാണെങ്കിൽ മീറ്ററിന് 250 രൂപ, ഡാൻസിനാണെങ്കിൽ സ്ക്വയർ ഫീറ്റ് 40 രൂപ. ഞാനോർത്തി ബോൾജോ എന്താണ് ഈ പറഞ്ഞത്, ഇങ്ങനെ പരിപാടി വേണം. അപ്പൊ ചോദിച്ചു വന്നപ്പോ എന്താകുമ്പോ ഇയാള് മറ്റേ വീട് പണി കളർ പിടിക്കുന്ന ആളാണ്, അതനുസരിച്ച് പരിപാടി പിടിക്കണത്. അയാളെ പരിപാടി ഇങ്ങനെ പിടിച്ചെങ്കിൽ പരിപാടി കലൂസ്റ്റി ആയിട്ട് ചേർന്നിട്ടുണ്ട്. കാരണം ഈ സ്ക്വയർ ഫീറ്റ് നല്ല കാശ് മുതലാവുള്ളൂ. പിന്നെ ഞാൻ ഈ തട്ടത്തിന് മറത്ത് സിനിമ കണ്ടപ്പില്ലേ, ആ സമയം ഇറങ്ങിയ സമയത്ത് ഞാൻ ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോ ഏതെങ്കിലും പെങ്കൊച്ചു എന്നെ നോക്കണമ്പോ എന്റെ മനസ്സിൽ ഞാൻ നിവിമ്പോളിയും അത് ഐഷ്യമായിരിക്കും. പക്ഷേ ഈ പെങ്കൊച്ചിന്റെ കാഴ്ചയിൽ എന്നെ കാണത് ഇറച്ചിക്കറ മുമ്പിക്കുന്ന പട്ടിയായിട്ടായിരിക്കും. മുമ്പൊക്കെ നമുക്ക് കോൾ ചെയ്യാനത്ത് നമുക്ക് ഒരു വോയിസ് മെസ്സേജ് വരും. പോലീസിൽ നിന്നോ CB നിന്നോ കസ്റ്റംസിൽ നിന്നോ സൈബർസിൽ നിന്നോ വേജന കോളുകൾ വന്നേക്കാം, നിങ്ങൾ പരിഭ്രാന്തരാകരുത്, അത് സൈബർ കുറ്റവാളി ഒരുക്കിയ കെണികളായിരിക്കാം. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും എനിക്ക് അങ്ങനെ ഒരു കോള് വന്നോന്ന് പ്രതീക്ഷിച്ചു. എന്നറിയാം, എനിക്ക് പറ്റിച്ച് ജീവിക്കുന്നവന്മാരെ പറ്റിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്കതുപോലെ പ്രതീക്ഷ പോലെ കോള് വന്നു. ഞാൻ ഫോൺ എടുത്ത് അപ്പൊ പറഞ്ഞാണ് കണ്ണമാലി പോലീസ് സ്റ്റേഷൻ എന്നാണ്. ഞാനിവിടെ കുട്ടാ പറയടാ. അപ്പൊ അവിടെ നിന്ന് 3000 പെറ്റി അടക്കാണ്ട് ഉടനെ ഓൺലൈൻ വഴി ഗൂഗിൾ പേ വഴി അടക്കണമെന്ന്. ഞാൻ പറഞ്ഞ് നിന്റെ അപ്പൂപ്പന്റെ ഗൂഗിൾ പേ ആക്കണം, അമ്മൂമ്മയുടെ ഗൂഗിൾ പേ ആക്കണം. അപ്പൊ അവൻ എൻ്റെ അടുത്ത് ചൂടാൻ. ഞാൻ ലിജോ ജോസ് പള്ളിശ്ശേരി മനസ്സിൽ ധ്യാനിച്ചോണ്ട് നല്ല പച്ച തെറിയാണ്ട് പറഞ്ഞു കൊടുത്ത്. ആഹാ നമ്മുടെ കളി വ്യാപിച്ച ശരിക്കും പോലീസായിരുന്നു. ഇപ്പൊ ഞാൻ എന്നെ ഒരു സൈബർ കുറ്റവാളിയാക്കിയേക്കണേ. എന്റെ ചേട്ടൻ കണ്ട അവന്റെ മൂത്ത മോന് അവന്റെ കല്യാണ വീഡിയോ കാണിച്ചു കൊടുത്ത്. അപ്പൊ വേറെ ഒന്നല്ല കാണിച്ചു കൊടുത്ത്. അത് കണ്ടിട്ട് മാവൻ പറയുമല്ല, അമ്മ അപ്പം പണ്ട് ഭയങ്കര ഗ്ലാമർ ആയിരുന്നല്ല എന്ന് പറയുന്നു. ഇട്ട് കൊടുത്തപ്പോ ചെക്കന്മാരുടെ സിനിമ റിവ്യൂവിന്റെ ആളാണ്. ഇത് കണ്ടിട്ട് അവൻ പറഞ്ഞാണ് ഫസ്റ്റ് ഹാഫ് ഇത്തിരി ബോറാണെങ്കിലും സെക്കൻഡ് ഹാഫ് ഭയങ്കര ബോറാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ മിസ്കാസ്റ്റ് എന്ന് പറഞ്ഞത് അപ്പനാണ്. അപ്പന്റെ റോള് വേറെ ആരും കൊണ്ട് ചെയ്യിച്ചെന്നെങ്കിൽ ഇത് കുറച്ചുകൂടി ഭംഗിയായ. അപ്പൊ ചേട്ടൻ പറഞ്ഞു ശരിയാടാ, എന്റെ റോള് വേറെ ആരെന്ന് ചെയ്തിട്ടെങ്കിൽ ഇപ്പൊ നിന്റെ റോള് വേറെ ആരെന്ന് പിള്ളേര് ചെയ്യേണ്ടി വന്നേനെ. ഈ നമ്മുടെ കസിൻസിന്റെയും ബന്ധുക്കളുടെ കല്യാണം വരുമ്പോ നമ്മൾ മനസ്സിൽ കുറെ പ്രതീക്ഷിക്കും. അതായത് തലേദിവസം പിറ്റേ ദിവസമൊക്കെ നല്ല വെള്ളവടി ഡാൻസ് ഒക്കെ ആയിരിക്കും. സംഭവിക്കാൻ പോണത് തലേദിവസം നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത് തേങ്ങ പൊതിക്കുക, ഉള്ളി കഴുകുക, മേശ ഉടച്ചു വെക്കുക, അങ്ങനെ നമ്മൾ കഴിയും. ഇനി പിറ്റേ ദിവസം പരിപാടി കഴിഞ്ഞ് തകർക്കാന്ന് വിചാരിച്ചാൽ നമുക്ക് ആരും ഉണ്ടാവൂല. അവസാനം നമ്മളും ഉണ്ടാവും, നാട്ടിലൊരു കുടിയനും ഉണ്ടാവും. ഈ വെള്ളം അടിച്ച് നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ മൈക്കിൾ ജാക്സൺ ആയിരിക്കും. പക്ഷേ പരിപാടി കാണുന്നവർക്ക് നമ്മ അലിൻ ജോസ് പെരേരായിരിക്കും. എന്റെ നാട്ടിലെ ചേച്ചിമാരൊക്കെ പറയും ഞാൻ ഭയങ്കര ജാടയാണെന്ന്. ചേച്ചി ഭയങ്കര ജാടയാണ്. ഞാൻ ജാടയൊന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ സംസാരിക്കാറ്, പക്ഷെ ആരും സംസാരിക്കാറില്ല. ആ ഒരു തെറ്റിത് പേര് മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങോട്ട് ചേച്ചിയുടെ ഓട്ടം കിടന്നു പോയപ്പോൾ ഞാൻ ചേച്ചിനോട് വിളിച്ച് അങ്ങോട്ട് സംസാരിച്ച്, ചേച്ചി കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു, ചേട്ടന് പണിയുണ്ടോ, അങ്ങനെ സംസാരിച്ചു. ചേച്ചി ഇരിച്ചുകൊണ്ട് പോയി. പക്ഷേ ഈ ചേച്ചി വേറൊരു ചേച്ചിയുടെ അടുത്ത് പറയാണ്, എടി നമ്മുടെ മെൽബിന് ഇപ്പൊ കഞ്ചാവടി തുടങ്ങിയിട്ടുണ്ടല്ലേ. അല്ല വേറൊന്നുമല്ല, കല്യാണം പോലും കഴിക്കാത്ത എന്നോട് ചോദിക്കുക കുട്ടികൾ എന്ത് ചെയ്യുന്നു, കൊച്ചു പണിക്ക് പോയെന്നൊക്കെ. അപ്പോൾ ആ ഒരു ചീത്തപ്പേര് വേണ്ടിയപ്പോൾ അത് മാറ്റിയെടുക്കാൻ ഞാൻ ഒരു കാര്യം ചെയ്ത് ഏറ്റവും നല്ല പെട്ടെന്ന് നല്ല വരേണ്ട പറ്റിയ പരിപാടിയാണ് ഭക്തിമാർഗം. ജീവിതത്തിൽ പള്ളിയിൽ പോകത്തെ ഞാൻ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കുമ്പസാരിക്കാൻ പോകാന്ന് വിചാരിച്ചു. കുമ്പസാരിച്ച് എന്താന്ന് വിചാരിക്കുമല്ല. ഞാൻ ചെന്നത് ഞായറാഴ്ച ദിവസമാണ് കുമ്പസാരി കൊടുക്കാത്ത ക്യൂ. ഞാൻ ആ ക്യൂവിൽ പോയി ഇങ്ങനെ നിന്ന്. അപ്പോൾ നിർത്തേക്ക് എനിക്ക് നോക്കിയപ്പോൾ നല്ല ആൾക്കാരുണ്ട്. നോക്കിയപ്പോൾ ക്യൂ അച്ഛൻ്റെ അടുത്തേക്ക് എത്താൻ 1 മണിക്കൂർ എടുത്ത്. അച്ഛൻ്റെ അടുത്തേക്ക് കറക്റ്റ് എത്താറായപ്പോൾ എൻ്റെ മൈൻഡ് ഔട്ടായി പോയി കേട്ടാ. ഞാൻ അച്ഛൻ്റെ അടുത്തേന്ന് പറഞ്ഞ് 2 ജവാൻ ഫുള്ളെന്ന്. എൻ്റെ കൂട്ടുകാരനോടുണ്ട്, അവൻ എപ്പോഴും അവൻ്റെ വിചാരം അവൻ മൊബൈലിനെ പറ്റിയൊക്കെ നല്ല അറിയാമെന്ന് പറഞ്ഞപ്പോഴും. അപ്പോൾ എനിക്കൊരു സെക്കൻഡ് ഹാൻഡ് ഫോൺ മേടിക്കണമെന്ന്. ഞാനപ്പോൾ
എന്ന് ചോദിച്ചാടാ ഈ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച്. അപ്പൊ ഇങ്ങനെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച്. അപ്പൊ ഇവൻ പറയാണ്, എടാ ഈ സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എടുക്കുന്ന ഫോൺ സെക്കൻഡ് ഹാൻഡ് തന്നെയാണെന്ന് ഉറപ്പിക്കണം, അല്ലെങ്കിൽ ഒരു പുതിയൊന്ന് പറ്റിക്കേ. പക്ഷേ എൻ്റെ എല്ലാ പ്രതീക്ഷയും പോയെങ്കിലും ഇപ്പം എനിക്കൊരു പ്രതീക്ഷയുണ്ട്. രവി സാറേ, അല്ല മാഡം, ചേട്ടാ, ഞാൻ ഇന്നലെ സത്യം മനസ്സിലാക്കി. എൻ്റെ ഉള്ളിൽ വലിയൊരു കഴിവ് ഒളിച്ചിരിപ്പുണ്ടെന്നേ. അതെന്ത് കഴിവാന്ന് വീണ്. പക്ഷെ ഇത് ഒളിച്ചിരിക്കണോണ്ട് അത് എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കണ്ടുപിടിച്ചിട്ട് ഞാൻ പറയാം. ഇപ്പൊ ഇവിടെ ഓരോ മത്സരാർത്ഥം അവിടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ അവിടെ വീട്ടുകാർ പറഞ്ഞ എന്താ, ഓൾ ദ ബെസ്റ്റ്, നന്നായിട്ട് പരിപാടിയും അത് പൊളിക്കും, രമേശ് നല്ല അഭിപ്രായം പറയും, എല്ലാവരും പറയുന്നൊക്കെ. പക്ഷേ എൻ്റെ അമ്മച്ചി വന്നപ്പോൾ എന്നോട് പറഞ്ഞറിയാമോ, ഒരു പ്രമുഖ താരപുത്രന്റെ മകൻ പറഞ്ഞ ട്രെൻഡിങ് ഡയലോഗാണ്, എന്തിനാടാ പോയിട്ട് ഞങ്ങളെ പോലെ അവരെയും വെറുപ്പിക്കാനോ, നീ മണ്ടനാണ്, കൊമേഡിയൻ അല്ല. ഞാൻ പറഞ്ഞു, അമ്മച്ചി, മണ്ടത്തരങ്ങളിൽ നിന്നാണ് കോമഡി ഉണ്ടാകുന്നത്. മണ്ടത്തരം ഉണ്ടാക്കുന്നത് മണ്ടന്മാരാണ്. അപ്പോൾ മണ്ടന്മാരില്ലെങ്കിൽ കോമഡിയും ഇല്ല. ഞാൻ പ്രതീക്ഷ തന്നെയാണ്, നിങ്ങൾ പ്രതീക്ഷ തരില്ല. പക്ഷേ എനിക്കിനും പ്രതീക്ഷയുണ്ട്, ഇനിയും പ്രതീക്ഷ ഉണ്ടാവുന്നു. പ്രതീക്ഷയോടെ മെൽബിൻ നിർത്തി. നമസ്കാരം. ചേട്ടാ, ചേട്ടൻ ഭാവി പറയുന്ന ആളല്ലേ? പിന്നെ കൈ നോക്കും. എന്റെ ഭാവി എന്ന് പറയോ? അത് മോന്റെ പെർഫോമൻസ് കണ്ടിട്ട് ജഡ്ജസ് പറഞ്ഞോളൂ മോന്റെ ഭാവി എന്താണുള്ളത്. അതല്ല, അവരെ തൃപ്തിപ്പെടുത്താനായിട്ട് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ? അവരെ എന്നല്ല, ആരെ തൃപ്തിപ്പെടുത്താനുള്ള ഒരൊറ്റ വഴിയുള്ളൂ. ഈ സൺഫീസ്റ്റ് പഫ്സേഴ്സ് എന്ന് പറഞ്ഞ ബിസ്ക്കറ്റ് ഇല്ലേ, ഓരോ ബൈറ്റ് വേണങ്ങളും വാവ് എന്ന് പറഞ്ഞ് ഓരോ വടി അടിക്കാം. അതെ, സൺഫീസ് ഓൾസോ നല്ല ചീസി ടേസ്റ്റി ബിസ്ക്കറ്റ് ആണ്. പക്ഷെ അതുകൊണ്ട് ജഡ്ജസിനെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജഡ്ജസിന് എന്നല്ല, ആരായാലും സൺഫീസ്റ്റ് പഫ്സേഴ്സ് കൊടുത്താൽ ആരായാലും കീഴ്പ്പെട്ടു പോവും. സൺഫീസ്റ്റ് പഫ്സേഴ്സ് ഓരോ ബൈറ്റിലും വാവ്. മെൽവിനെ അതിഗംഭീരമായിരുന്നു. ഞാൻ മെൽവിന്റെ പല പ്രകടനങ്ങളെ കാണുന്നതിൽ മെൽവിൻ ഇപ്പം സ്റ്റാൻഡപ്പ് അല്ല, ഓടി നടക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു, പറയാൻ പോകുന്ന സാധനങ്ങളിലുള്ള മെൽവിന്റെ ഒരു കോൺഫിഡൻസ്. പിന്നെ ഈ പോലീസുകാരിൽ നിന്നോ അവരിൽ നിന്നോ ഇവരിൽ നിന്നോ കോള് വരും എന്ന് പറഞ്ഞിട്ട് ഒറിജിനൽ സ്റ്റേഷനിൽ നിന്ന് കോള് വരുന്നത്, കളർഫുൾ പണി വരുന്നത്, നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു, നല്ല അവതരണമായിരുന്നു. മെൽവിനെ സൂപ്പറായി. മെൽവിനെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു എന്നെ ഓർന്നിട്ട്. തന്നെയല്ല, അല്ല ഷാരടി, തന്നെയല്ല ഈ സ്ക്വയർ ഫീറ്റ് അളന്നുള്ള കോമഡി എന്ന് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക അല്ലേ? അങ്ങനെയൊക്കെ കോമഡി വിൽക്കാൻ തുടങ്ങി എത്ര പൈസ ഉണ്ടാക്കാം? എത്ര സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ഡാൻസ് സ്ക്വയർ ഫീറ്റ് അത് നല്ല തോട്ടായിരുന്നു. തന്നെയല്ല, എല്ലാ കൗണ്ടറുകളും സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനത്തിലാണ് അവിടെ ബിൽഡ് ചെയ്തത്. അതുകൂടാതെ നമ്മുടെ ഉള്ളിൽ ഒരു കഴിവുണ്ട്, അതെന്താണെന്ന് എനിക്ക് ഇതുവരെ കണ്ടെത്താൻ പറ്റില്ല. അതെ അതെ അതെ. പിന്നെ എല്ലാ മണ്ടത്തരത്തിൽ നിന്നാണ് കോമഡി ഉണ്ടാവുന്നത് അല്ലേ? എല്ലാ മണ്ടത്തരം, എല്ലാ കൗണ്ടറുകളും അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു, നല്ല കിടിലമായിരുന്നു. മെൽബിൻ, വീണ്ടും കാണാം. താങ്ക് യു. അയ്യോ, ആ കരിനാക്കുള്ള കൈനോട്ടക്കാരൻ പറഞ്ഞത് അച്ചട്ടാ. ശരിക്കും പുറത്തോട്ടിറങ്ങിയപ്പോ സ്റ്റെപ്പ് കിട്ടിയില്ല, ഉരുണ്ട് വീണ്. ഞാൻ പറഞ്ഞാൽ ഫലിക്കും. നിങ്ങൾക്ക് ആർക്കും ഇപ്പൊ കൈനോട്ടത്തിൽ വിശ്വാസം ഇല്ലല്ലോ. ശരിക്കും അപകടം സംഭവിച്ചോ? പറ്റി. മഹാനാണ്, എനിക്ക് വിശ്വാസമായി. കൈരേഖ കള്ളം പറയില്ല, ഞാൻ ഒട്ടും കള്ളം പറയില്ല. അയ്യോ രവിശേഖരൻ, എനിക്ക് വിശ്വാസമായി. അതെ അതെ സാറേ, എന്റെ കൈ ഒന്ന് നോക്കി പറയും. അത് വേണോ? വിശ്വാസം ഇല്ല. അയ്യോ ഇല്ല ഇല്ല, ഇപ്പൊ എനിക്ക് ഭയങ്കര വിശ്വാസാ. സാർ വരൂ പ്ലീസ്. നേരത്തെ പറഞ്ഞത് വിഷമൊന്നും വിചാരിക്കരുത് കേട്ടോ. ഇവിടെ 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 തന്നെ. അയ്യോ പ്ലീസ് ഇരിക്കൂ. എങ്ങനെയുണ്ട്? കണ്ടാ കള്ളനാന്ന് തോന്നുന്നെങ്കിലും പറഞ്ഞതല്ല ഉള്ളതായിരുന്നു. ആണല്ലേ? ഇത് കൈ നോക്കാൻ പറഞ്ഞ, കൈ നോക്കണേന് എത്ര രൂപ വേണ്ടി വരും? അത് ഞങ്ങൾ ഈ ദക്ഷിണയൊന്നും ഒരു ദാക്ഷിണ്യം ഇല്ലാതെ വാങ്ങിക്കരുന്നതാണ് ദക്ഷിണേന്ത്യൻ കൈനോട്ട അസോസിയേഷന്റെ തീരുമാനം. അപ്പൊ അത് നിങ്ങൾ തരുന്നത് നമ്മൾ വാങ്ങിക്കും, അത്രേ ഉള്ളൂ. അല്ലല്ല, ആ ദക്ഷിണ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും മുത്തിക്കും വിളിച്ചവനെ നശിപ്പിച്ച പ്രാവി അവന്റെ കുടുംബം കൊലം. കരിനാക്ക് അല്ല, ഈ ഉള്ളവർക്ക് തരാത്തിന് ബുദ്ധിമുട്ടേ. ഈ രേഖയോട് മുട്ടുന്നോട് കൂടി ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച സാമ്പത്തിക ദാമ്പത്യ മനസുഖങ്ങളെല്ലാം നഷ്ടപ്പെട്ട് നിരാലംബയായി നടക്കാനുള്ള ഒരു സാധ്യത രേഖ പ്രകാരം കാണുന്നു. കൈ ഞാൻ മടക്കുന്നു. അയ്യോ, അത് മുട്ടാണ്ടിരിക്കാൻ വല്ല വഴിയുണ്ടോ ഇപ്പോ? എന്റെ കൈ ഒന്ന് നോക്കാൻ പറ്റുമോ? വിശ്വാസമില്ലാന്ന് പറഞ്ഞിട്ട് അല്ല, വിശ്വാസമല്ലേ ഇയാളുടെ കൈ ഓടിച്ചതും അവളുടെ. എല്ലാം കൂടി നോക്കുമ്പോ ഈ ആര്യ ബേബി മുതലാളിയുടെ രണ്ടാം ഭാര്യയാണല്ലോ. ഉള്ള കാര്യം പറയുള്ളൂ. എന്റെ ആദ്യത്തെ ഭാര്യയാണിത്. എടാ ഈ കൈ നോക്കണ കാവിക്കാരാ, രണ്ടാമതൊരു കല്യാണം ഈ ചെറുക്കന് നടക്കാൻ സാധ്യത ഉണ്ടെങ്കിലേ
നന്നാ ഒരു കല്യാണം അയക്കണം. ആദ്യത്തെ കല്യാണമായി പറ്റി പോരുത്. അത് m4marry.com രജിസ്റ്റർ ചെയ്തിട്ട് നല്ല പങ്കാളിയെ തേടി കണ്ടുപിടിക്കും. എന്റെ കയ്യിൽ നിന്ന് നോക്കി പറഞ്ഞുതരാം. അതാണല്ലോ നമ്മുടെ ജോലി. ആതുര സേവനത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. നഴ്സാണല്ലേ? വേഷം കണ്ടറിയാൻ പോലെ വേഷം ഇല്ലാതെ കണ്ടാലും എനിക്കറിയാൻ പറ്റും. വൃത്തികെട്ടവനെ എന്ത് വർത്താനോടെ പറയാൻ. ഈ കൈരേഖ പ്രകാരം ഉടനെ തന്നെ ധനികനായ ഒരാളെ വിവാഹം കഴിച്ച് കൊട്ടാര സദൃശ്യമായ ഒരു വീട്ടിൽ രാജ്ഞിയെ പോലെ വാഴാനുള്ള യോഗമാണ് നാം കാണുന്നത്. നീ എന്തിനാ കരയണത്? ഞാൻ അത്രക്കാരനല്ലല്ലോ. അതെ, ഞാൻ നിന്നെ വിട്ടെങ്ങും പോവൂല. എന്നെ കെട്ടാൻ പോണ ആ കോടീശ്വരന്റെ പേരൊന്ന് പറയാൻ പറ്റുമോ? പേര് രേഖാപ്രകാരം ബിയിൽ തുടങ്ങുന്നതാകാം, എയിൽ തുടങ്ങാം, എയോ ബിയിലോ തുടങ്ങുന്നതാവാം. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അയ്യോ. പിന്നെ ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് പൗരാണികമായ കാലഘട്ടങ്ങളിൽ രാജാക്കന്മാർ ഇങ്ങനെ മംഗല്യോഗം വരുമ്പോ സ്വന്തം ഭാര്യയോടുള്ള അമിത സ്നേഹം കൊണ്ട് ഒരു പരിഹാരം കാണാറുണ്ട്. ആ പരിഹാരം എന്ന് പറയുന്നത് ഒരു വാഴയെ വധുവായി സങ്കല്പിച്ച് ഒരു വാഴക്കല്യാണം നടത്താം. ഒരു വാഴയാണ്ട് കല്യാണം കഴിക്കുക. പ്രശ്നം തീർന്നില്ലേ? അല്ല, ഒരു സെക്കൻഡ്. കഴിക്കണോ? എടി, ഞാനൊരു കോടീശ്വരനല്ലേ? ഞാൻ ഈ വാഴയിലേക്ക് കല്യാണം കഴിച്ച് തരുന്നുണ്ടോ? റംബുട്ടാനോ അപ്പളോ അങ്ങനെ എന്തെങ്കിലും? അവക്കാടോ ആണെങ്കിലും എന്തോ ഒരു ഇത് പൗരാണികമായിട്ടുള്ള ഒരു കർത്തവ്യമാണ്. അത് നമ്മൾ ആ കർമ്മം തന്നെ ചെയ്തു തീർക്കണം. വാഴയ്ക്ക് വാഴ തന്നെ പറ്റുള്ളൂ. ഏത് വാഴ വേണം? പൂവനായാലോ? എടോ, ഈ പൂവൻ എന്ന് പറഞ്ഞ ആൺവർഗത്തിൽപ്പെട്ട വാഴയാണെന്നേ. കണ്ണനാണെങ്കിലോ? എന്റെ പൊന്ന് സിസ്റ്ററെ, പൂവനും കണ്ണനും ഒക്കെ ആൺവർഗത്തിൽപ്പെട്ടതാ. പെണ്ണ് തന്നെ വേണം. എടാ ഇറക്കാം, അങ്ങനെയാണെങ്കിൽ കൊളവാഴയാക്കിയാലോ? ഇത് കൊളാക്കാൻ വന്നാണ് അമ്മ. എന്റെ ഒരു നിഗമനത്തിൽ പെൺവർഗത്തിൽപ്പെട്ട വാഴയുടെ പേരാണ് കഥളി വാഴ. കഥളി. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും വാഴ കല്യാണത്തിന്റെ കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾ സ്റ്റാൻഡപ്പിന്റെ കാര്യത്തിലേക്ക് കിടന്നു. വാഴ കല്യാണത്തിന് മുന്നേ നമുക്കൊരു സ്റ്റാൻഡപ്പ് പെർഫോമൻസ് കാണാം അല്ലേ? മൈ ജി ഫ്യൂച്ചർ ഫൺ ബേബി ഫണ്ണിൽ അടുത്ത സ്റ്റാൻഡപ്പ് പെർഫോം ചെയ്യാൻ എത്തുന്നു പോൾ ജോസഫ്. രമേശ് ചേട്ടാ, ആളൊരു പോലീസുകാരനാണ് കേട്ടോ. ശരിക്കും? സത്യം. ഏത് സ്റ്റേഷനിലാ? ഞാനിവിടെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ എറണാകുളത്ത് തന്നെ സാർ. സ്പെഷ്യൽ ബ്രാഞ്ചിലുള്ളവരാണ്. പോലീസുകാരൻ ആദ്യമായിട്ടാണ് തോന്നുന്നു വരുന്നത് അല്ലേ? ആദ്യമായിട്ടാണ് തോന്നുന്നു അല്ലേ? അടിപൊളിയാണ് ചേട്ടാ, ഞങ്ങൾ എവിടെ ചെന്നാലും സീരിയസ് ആണ് സീരിയസ്, കോമഡിയിലാണ് കോമഡി. ഞങ്ങൾക്ക് എല്ലാം വഴങ്ങും ചേട്ടാ. എല്ലാം വഴങ്ങും. ഇപ്പൊ എത്ര വർഷമായി സർവീസില്? സർവീസിൽ ഇപ്പൊ 22 വർഷമായി. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥരാണ്. അപ്പൊ എത്ര പേരെ പിടിച്ചിട്ടുണ്ട്? കുറെ പേര് പിടിച്ചിട്ടുണ്ട്. ആണോ? വളരെ സാഹസികമായ പിടുത്തങ്ങളും എല്ലാം ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട് ചേട്ടാ. ഒരുപാട് രാത്രിയിലും പിന്നെ ജില്ലകളൊക്കെ കടന്നും അന്യ സംസ്ഥാനത്തൊക്കെ പോയിട്ട് ഞങ്ങൾ പ്രതികളെ പിടിച്ചിട്ടുണ്ട്. ഭയങ്കര ഉപദ്രവമായിരിക്കോ? അടിക്കുകയും ഒക്കെ ചെയ്യോ? അതോ ഭയങ്കര സ്നേഹമൊക്കെ ഇട്ടായിരിക്കോ? ഏതാ പ്രതികൾ ഭയങ്കര സ്നേഹത്തോടെ? അതായത് അമൃത ഇവരെങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാവോ? ഇവരാദ്യം 2 മിഠായി മേടിക്കും, എന്നിട്ട് പ്രതി നിൽക്കുന്ന സ്ഥലത്ത് എന്നിട്ട് മക്കളെ ബാ എന്ന് പറയുമ്പോ അവര് വരുമ്പോ സ്നേഹമാ. പിന്നെ ഇവര് ഒന്നിച്ച് സിനിമ ഭയങ്കര ഇപ്പൊ പൊതുവെ നമുക്കറിയാം വാർത്തകളിലൊക്കെ ഈ പോലീസുകാർ ഉപദ്രവിച്ചതിനെ കുറിച്ച് ഇപ്പൊ റിവൈൻഡ് ചെയ്ത ഓരോരുത്തർ പരാതികൾ പറയുന്നുണ്ട്. അങ്ങനെ അത്ര ഉപദ്രവം ഉണ്ടോ? അതോ അങ്ങനെ ഉപദ്രവിക്കുമോ നിങ്ങൾ? പോലീസ് മാത്രം മാറിയാ പോരാ, പോലീസിനൊപ്പം നമ്മുടെ ജനങ്ങളും മാറണം. ഓക്കെ. റോഡ് സൈഡിലെ കലിങ്കുകളുടെ ഇരിക്കുന്ന സാധനം ഇങ്ങനെ ചെരിച്ചു വാർക്കുന്ന എന്തിനാണെന്നറിയോ? അതിൽ ആളിരിക്കാതിരിക്കാൻ. അതിന് ആളാരും കയറി ഇരിക്കാതിരിക്കാൻ. ആളിരുന്നാലേ പ്രശ്നം ഉണ്ടാവും ചേട്ടാ. അവിടെ കുറച്ച് ദിവസം ഇരിക്കും, വഴിയാത്രക്കാരെ ശല്യപ്പെടുത്തും. അപ്പൊ ഞാൻ സ്കൂളിൽ പോകുന്ന കുട്ടികളെയും പെണ്ണുങ്ങളെയൊക്കെ കമന്റ് അടിക്കും, അവിടെ വിഷയമാവും, ലോ ആൻഡ് ഓർഡർ പ്രശ്നമാവും. അതാണ് ഇങ്ങനെ ഇരുത്താത്തത്. ഞാൻ വീടിനടുത്തൊരു കലിങ്കയിൽ ഇരിക്കുക. അപ്പൊ ഇറക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, കാരണം ഈ കലിങ്ങിന്റെ ഇറക്കം ഇങ്ങനെയാണല്ലോ. ഞാൻ കലിങ്കയിൽ ഇങ്ങനെ ഇരിക്കുമ്പം ഒരു നർമ്മബോധമുള്ള പോലീസുകാരന്റെ കാര്യം ഞാൻ പറയുന്നത്. ഒരു പോലീസ് ജീപ്പ് എനിക്ക് ഓടാൻ പറ്റാത്ത രീതിയിൽ നേരെ കൊണ്ടുവന്ന് എന്റെ മുന്നിൽ ഇങ്ങനെ നിർത്തി എനിക്ക് എങ്ങോട്ട് ഓടാൻ വഴിയതേ ഇരിക്കുന്നു പോലീസുകാരൻ. അതുപോലെ ജീപ്പ് കൊണ്ട് നിർത്തിയിട്ടേ ഞാൻ എന്ത് ചെയ്യുന്നു ഓർത്തും ഈ SI എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പതുക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് എന്നോട് ചോദിച്ചു, ഇങ്ങോട്ട് കേറുവാണോ ഓടുവാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓടിക്കോളാം സാറേ എന്ന് പറഞ്ഞു. എന്നാ ഓടിക്കോ പറഞ്ഞിട്ട് ഞാൻ കാണുന്ന ഓടിപ്പോയിട്ടുണ്ട്. അലോഷാരി പണ്ട് ഈ ബന്ധമൊക്കെ നടക്കുമ്പോഴേ, പണ്ട് 24 മണിക്കൂറാണല്ലോ ബന്ധം എന്ന് പറയുന്നത്. അപ്പൊ പണ്ട് ഈ പരിപാടി കഴിഞ്ഞ് നമ്മൾ ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശ്ശേരിക്ക് നടന്നു വരികയാണ്. ആലപ്പുഴ നടന്നു വന്ന് ഏകദേശം പെരുന്ന ചങ്ങനാശ്ശേരി അടുക്കാറായി. എപ്പോഴാണ് നമ്മൾ നോക്കുക ഒരു പോലീസ് വണ്ടി നേരെ തിരിഞ്ഞ് ആലപ്പുഴ റൂട്ടിലേക്ക് വരിക. പെട്ടെന്ന് നമ്മൾ വിളിച്ചു എവിടെ പാടാന്ന്. അപ്പൊ നമുക്ക് ഈ പെട്ടെന്ന് പോലീസിനെ കണ്ടോ പേടിച്ചിട്ട് എന്ത് പറയണമെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു സാറേ ആലപ്പുഴ ഒരു മരിപ്പ് അറിയിക്കാൻ വേണ്ടി നിൽക്കുക, കേരള വണ്ടി എന്ന് പറഞ്ഞു. ഈ വണ്ടി നേരെ വീണ്ടും കൊണ്ട് ആലപ്പുഴ ഞങ്ങൾ ഇറക്കി. പക്ഷെ എന്റെ ഒരു ജീവിതത്തിൽ എന്താ കാര്യം അറിയാവോ? ഞാൻ ഒരു പോലീസുകാരൻ ഇതുവരെ ജഡ്ജായിട്ട് ഇരുന്നിട്ടില്ല.
ഇന്നത് നടക്കും. അഥവാ നിങ്ങളുടെ കോമഡി ഏശിയില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വഴിയിൽ വെച്ച് കാണുമ്പോ കൈ കാണിച്ച് നിർത്തി തിരിച്ച് പ്രതികാരം ഒന്നും ചെയ്യരുത്. ഒരിക്കലും ഉണ്ടാവില്ല. രമേശ് ചേട്ടനോട് എനിക്കൊരു കാര്യം പറയാം. എന്നതാണാവോ? രമേശ് ചേട്ടാ ഇച്ചിരി ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇമ്പ്രൂവ്മെന്റോ? ഇച്ചിരി ഇമ്പ്രൂവ്മെന്റ് ആകാനുണ്ട്. ഞാൻ എന്താ വെച്ചാൽ അപ്ഡേഷൻ ആണോ? എന്താ കാര്യം ചേട്ടാ, ഈ ഫൺ ബേബി ഫൺ എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ പിന്നാമ്പുറത്ത് നല്ല വെടിക്കെട്ട് പിള്ളേര് വെടിക്കെട്ട് കോമഡിയുമായിട്ട് വരുന്നുണ്ട്. രമേശ് ചേട്ടൻ ഈ കോമഡിയുമായിട്ടിരുന്നാൽ വേറെ പണി തിരക്കേണ്ടി അല്ല. ഇത് മറ്റേ പടത്തിൽ പറഞ്ഞ പോലെ ഇത് എന്റെ ഐഡിയ ആയിപ്പോ ഈ പരിപാടി. എനിക്ക് തന്നെ ഞാൻ സ്വന്തം കുട്ടിയെ തോണ്ടല്ലേ പാട്ട് മത്സരം നടത്തിയാൽ മതിയായിരുന്നു. പ്രചോദേട്ടാ, എന്തോ എന്റെ ഈ കലാരംഗത്തുള്ള കുറച്ച് കൂട്ടുകാരെ എനിക്ക് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കലാഭവൻ പ്രചോദിന്റെ ഒരു ലക്ഷണമുണ്ട്. ലക്ഷണം ചായ ഉണ്ടെന്ന് പറയും. അപ്പോ ഞാൻ പറഞ്ഞു ചിലപ്പോ പ്രചോദേട്ടന് എന്റെ ചായയല്ല, എന്റെ ചായയാണ് പ്രചോദേട്ടനുള്ളതെന്ന് പറഞ്ഞു. ഈ സൈസ് കോമഡി പറയുന്ന ആൾക്കാരാണോ പുറകെ റെഡി ആയിട്ട് നിൽക്കുന്നത് എന്നെ ഫീൽഡ് ഔട്ട് ആക്കാൻ വേണ്ടിട്ട്? അല്ലല്ല, പറഞ്ഞത് അല്ലല്ല. ഈ സൈസ് ആണെങ്കിൽ ഞാൻ ഒരു 20 വർഷം കൂടെ നിൽക്കും കേട്ടോ. അല്ല, തീർച്ചയായിട്ടും ഇതിൽ ഞങ്ങൾ തിരിച്ച് FIR ഇടും ഇങ്ങനത്തെ കോമഡി ആണെങ്കിൽ. പെർഫോമൻസിലേക്ക് പോവല്ലേ? അല്ല പോലെ, നീ ഒരു പോലീസുകാരെ കണ്ട നീ ഒന്ന് നന്നായിട്ട് സല്യൂട്ട് അടിച്ചിട്ട് ഇറങ്ങിപ്പോ. നോക്കട്ടെ, നിനക്കറിയാവോ? നല്ലൊരു സല്യൂട്ട് ചെയ്തിട്ട് മാർച്ച് ചെയ്ത് ഇറങ്ങിപ്പോ. ഓക്കെ, ഇനി മാർച്ച് ചേട്ടാ, അന്യ സംസ്ഥാനത്ത് നിന്ന് ഹിന്ദി സംസാരിക്കുന്ന ആരും നമ്മുടെ നാട്ടിലെത്തിയാൽ നമ്മൾക്ക് അവൻ ബംഗാളിയാണ്. അവൻ ആന്ധ്രാക്കാരനായാലും ഒറീസക്കാരനായാലും ബീഹാറുകാരനായാലും പാട്നക്കാരനായാലും മഹാരാഷ്ട്രക്കാരനായാലും തമിഴ്നാട്ടുകാരനാണേലും ഹിന്ദി സംസാരിച്ചാൽ നമ്മൾക്കവൻ ബംഗാളിയാണ്. നമ്മൾക്കവൻ ബംഗാളിയാണെങ്കിലും അവൻ്റെ മുതലാളിക്ക് അവൻ തൊഴിലാളിയാണ്, അവൻ്റെ കൂട്ടുകാർക്ക് അവൻ ചങ്ങാതിയാണ്, അവൻ കഴിക്കുന്നത് തക്കാളിയാണ്, അവൻ പറയുന്നത് ബംഗാളിയാണ്. എന്നിട്ടൊക്കെ രണ്ടെണ്ണം അടിച്ചാൽ ഇവൻ അത് ചേട്ടൻ ഇപ്പം എന്താണ് പറയാൻ പോയെന്ന് എനിക്ക് മനസ്സിലായി. രണ്ടെണ്ണം അടിച്ച ഞാൻ അതിവിടെ പറയുന്നില്ല. രണ്ടെണ്ണം അടിച്ചാൽ അവൻ കോമാളി അല്ലെങ്കിൽ അവൻ കൊലയാളി. ചേട്ടാ, ഞാനിപ്പോൾ അവിടുന്ന് കയറി വരുമ്പോൾ വാദിക്കുന്ന സെക്യൂരിറ്റിക്കാരനായ ബംഗാളി എന്നോട് ചോദിച്ചു, സാർ എവിടെ പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ അവിടെ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാൻ പോകും. ഓ, സാറിനൊക്കെ ഇപ്പം അല്ലെങ്കിലും ഞങ്ങളെയാണല്ലോ, ബംഗാളികളെയാണല്ലോ എല്ലാ കോമഡിയിൽ ഉൾപ്പെടുത്താറുള്ളത്. ഞങ്ങൾ നിങ്ങൾ നാറ്റിക്കയില്ല, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളല്ലേ ഇവിടെ ചെയ്യുന്നത്, നിങ്ങളുടെ ശവം അടക്കം വരെ ഞങ്ങളല്ലേ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്താലും അത് പൂർത്തിയാക്കിയിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. ചേട്ടാ, ഇന്നലെ ഒരു ശവം അടക്കിന് പോയിട്ട് എന്നെ പഞ്ഞി കിട്ടി ചേട്ടാന്ന്. ഞാൻ ചോദിച്ചു, എന്താ അവിടെ പഞ്ഞി കിടാനുണ്ടായ കാര്യം എന്താണ്? അവിടെ ശവടക്കാനുള്ള സാധനം എടുത്ത് വെച്ച് ബോഡി എടുത്ത് വെച്ചു. ഞാൻ ഇനി തീ കൊടുത്ത് ചേട്ടാന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്തിനാ നീ കൊടുത്ത അവിടുത്തെ ബന്ധുക്കളല്ലേ കൊടുക്കേണ്ടത്? അതല്ലേ ചേട്ടാ, ഞങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടല്ലേ പോകത്തുള്ളൂ, അതുകൊണ്ട് എളുപ്പം നടക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ തീ വെച്ചതെന്ന് പറഞ്ഞു. ബംഗാളിയിൽ സഹോദരിയുടെ ഭർത്താവിന് ദാംഡെ എന്നാണ് പറയുന്നത്. എനിക്കും കൊണ്ടൊരു ദാംഡെ. എൻ്റെ കൊച്ചച്ഛൻ്റെ മോൾ, ഒറ്റ മോള്, അവർക്ക് ഈ പൊറോട്ടയോട് ഭയങ്കര താല്പര്യമാണ്. തൊട്ടടുത്ത കടയിൽ നിന്നാണ് പൊറോട്ട മേടിക്കുന്നത്. പൊറോട്ട അടിക്കുന്ന അവിടുത്തെ ഒരു ബംഗാളിയാണ്. ഈ പൊറോട്ടയോടുള്ള ഇഷ്ടം ഇവക്ക് ഈ ബംഗാളിയോടായി. ബംഗാളി അളിയൻ പൊറോട്ട അടിച്ചടിച്ചടിച്ച് എൻ്റെ പെങ്ങളെ അടിച്ചിട്ടുണ്ട്. 2 ദിവസം കൊച്ചച്ഛനും കൊച്ചമ്മയും കൂടെ ഭയങ്കര ബഹളമായിരുന്നു ചേട്ടാ. പക്ഷേ ഈ കഴിഞ്ഞിടെ ഇറങ്ങിയ പാൻ ഇന്ത്യൻ പടങ്ങളില്ലേ, 2 ദിവസത്തെ ഹൈപ്പേ ഉണ്ടായില്ല, കൂടുതലുണ്ടായില്ല. ബഹളം അവിടെ നിന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പെങ്ങൾ എന്നെ വിളിക്കുന്നത്, ചേട്ടാ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്, ദാണ്ടയും ഉണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ഉണ്ടാക്കി തരണം. ഞാൻ പറഞ്ഞു, നീ പോരും, അപ്പോൾ പ്രശ്നമൊക്കെ തീരുമല്ലോ, നീ പോരെന്ന് പറഞ്ഞു. ആ അളിയന് എന്താ വേണ്ടെന്ന് ചോദിച്ചു. അളിയൻ ആദ്യമായിട്ട് വരികയല്ലേ, എന്താണ് അളിയനെ കൊടുക്കേണ്ടത്? നീ ഒന്നും വേണ്ട, ഞങ്ങളുടെ ഒരു ദേശീയ ഭക്ഷണം ഉണ്ടല്ലോ, ഇച്ചിരി ഉരുളക്കിഴങ്ങും തക്കാളിയും കൂടി ഇട്ടൊരു സാമ്പാറും കുറച്ച് ചപ്പാത്തി, ഇതുണ്ടേ കാര്യം നടക്കും. ഞാൻ ചോദിച്ചാൽ, അളിയൻ വരികയല്ലേ, എന്തെങ്കിലും ഒന്നും വേണ്ട, ഉള്ളിലേക്ക് പോകണമെന്നും വേണ്ട, അത് മതി, അതുകൊണ്ട് അളിയൻ തൃപ്തിപ്പെട്ടോളൂ. ഇത് ഓർത്തപ്പോഴാണ് രമേശ് ചേട്ടാ ഞാൻ എൻ്റെ സ്വന്തം അളിയൻ വരുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചത്. എൻ്റെ സ്വന്തം അളിയനാണ് വരികയാണെങ്കിൽ മിനിമം ഒരാഴ്ച 3 ലിറ്റർ ചിലവാണ്. ഇറച്ചി മീനെല്ലാം കൂടെ ഒരു 10,000 രൂപ ചിലവ്. ബംഗാളി അളിയൻ 2 ദിവസം വീട്ടിൽ നിന്നപ്പോഴത്തേക്കും 300 രൂപയുടെ ചിലവ് എനിക്കുണ്ടായിരുന്നു. എൻ്റെ അളിയനാണെങ്കിൽ ഒരാഴ്ച ജോലിക്കും പോകില്ല, കിടന്നുറങ്ങും. ബംഗാളി അളിയൻ ഒരു കിറ്റും കക്ഷത്ത് വെച്ച് രാവിലെ സ്ഥലം വിട്ടു. പക്ഷെ വേറൊരു ഗുണമുണ്ടായി. 9ാം ക്ലാസ്സിൽ ഹിന്ദിക്ക് 3 മാർക്കുണ്ടായ എൻ്റെ പെങ്ങൾക്ക് ഇപ്പം നല്ലോണം ഹിന്ദി സംസാരിക്കും. എൻ്റെ സഹോദരിക്ക് ബംഗാളി പങ്കാളി ആയെങ്കിലും ഞാനിപ്പോഴും ഇങ്ങനെ നടക്കുകയാണ് ചേട്ടാ, എൻ്റെ ജാതകവും ഗ്രഹനിലയും വെച്ചിട്ട്. കല്യാണമൊന്നും ആയില്ല. അപ്പം എന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന് എൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര ആഗ്രഹം. പക്ഷേ അച്ഛനും അമ്മയും രാവിലെ ജോലിക്ക് പോകും. എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, നാട്ടിൽ നല്ല പേരുമാണ്. അപ്പോൾ ഈ അച്ഛനും അമ്മയും ജോലിക്ക് പോയാൽ അവർക്ക് ജോലി മാത്രമേ അറിയാം, അവർക്ക് ടെക്നോളജി ഒന്നും അറിയത്തില്ല ചേട്ടാ. ഈ ടെക്നോളജി എന്ന് ഞാൻ ഉദ്ദേശിച്ചതേ, അവർ ഈ ജോലിക്ക് പോയി ഇപ്പോൾ അക്കൗണ്ടിലേക്കാണല്ലോ ചേട്ടാ ഈ പൈസ എല്ലാം വേണ്ടത്.
പിൻവലിക്കണ്ടേ? ആ ടെക്നോളജി അവർക്കറിയില്ല. ആ ടെക്നോളജി ഞാൻ പ്രയോഗിക്കുന്നതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിലനിന്ന് പോകുന്നത്. അതുപോലെ തന്നെ ചേട്ടാ, എന്നെ കല്യാണം കഴിപ്പിക്കുന്നുള്ള ആഗ്രഹം എൻ്റെ അച്ഛൻ ഞങ്ങളുടെ നാട്ടിലെ ബ്രോക്കറായ പുഷ്പവതി ചേച്ചിയോട് അവതരിപ്പിച്ചു. പുഷ്പവതി ചേച്ചിക്ക് എന്നെ നല്ലോണം അറിയാവുന്നതുകൊണ്ട് പുഷ്പ ചേച്ചി അത് സമ്മതിച്ചില്ല ആദ്യം. അത് കഴിഞ്ഞ് പുഷ്പവതി ചേച്ചിനെ എന്തൊക്കെയോ ഓഫറുകളൊക്കെ കൊടുത്ത് അച്ഛൻ റെഡിയാക്കി. അപ്പോൾ പുഷ്പവതി ചേച്ചി എനിക്കൊരാളെ സെറ്റ് ചെയ്ത് തന്നു, ഒരു നാട്ടിലൊരു സുന്ദരിയായ പെണ്ണ്. അവരെ കല്യാണം ആലോചിച്ചു. അപ്പോൾ എനിക്ക് പുഷ്പവതി ചേച്ചി സെറ്റായി, കാമുകി സെറ്റായി. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഫോൺ വിളിയായി, ചാറ്റിംഗ് ആയി. ചേട്ടാ, ഇതൊന്നും അല്ല വിഷയം. ഈ കഴിഞ്ഞിടെ ഞാൻ ഒരു സൈക്കിളിൽ എൻ്റെ ജംഗ്ഷനിൽ നിന്ന് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. വീട്ടിലേക്കൊന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കാമുകി വിളിക്കുന്നു, ഈ കല്യാണം നടക്കത്തില്ല. ഞാൻ ചോദിച്ചു, എന്താ ഈ കല്യാണം നടക്കുക? നീ അങ്ങോട്ട് സൈക്കിളിൽ പോയപ്പോൾ നിന്റെ മുൻ കാമുകി അവിടെ കുറച്ച് തൊഴിലുറപ്പുകാർ ഇപ്പോൾ ഉണ്ടായിരുന്നു കേട്ടാ. അതിനകത്ത് ഈ തൊഴിലുറപ്പുകാർ ഞാൻ പോകുന്ന പുറകെ അവിടെ നിന്ന് എൻ്റെ മുൻ കാമുകിയുടെ അച്ഛനും അമ്മയും പറഞ്ഞു, ആ പോയ മുതുക്കൻ എൻ്റെ മകളെ കല്യാണം ചെയ്യാൻ നേരത്ത് ശല്യപ്പെടുത്തിയിട്ട് 3 ദിവസം ഞങ്ങളുടെ വീട്ടിൽ കെട്ടിയിട്ട് തല്ലിയതാണ് അവൻ. അതുകൊണ്ട് അവനെ കൂടെ കെട്ടിക്കരുതെന്ന് പറഞ്ഞു. ഇവരോടനെ വന്ന് ഇവളോട് പറഞ്ഞു കെട്ടിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കല്യാണം മുടങ്ങി കേട്ടാ. ഞാനിപ്പോൾ ജയിലിൽ ആടിയ ഗോവിന്ദച്ചാമിയുടെ കണക്കാണ്. പുതിയൊരു കേസുമായി ഇനി പുറത്തു ഇറങ്ങാൻ പറ്റിയത്. ഇപ്പം എനിക്ക് കല്യാണവും മുടങ്ങി പുറത്തിറങ്ങാനും പറ്റാത്ത അവസ്ഥയാണ്. ഗംഭീര പ്രകടനമായിരുന്നു. താങ്ക് യു ജമേശ്വര. കാരണം നിങ്ങളുടെ ഒരു ജോലിയുടെ സ്വഭാവം വെച്ച് സ്ട്രെസ് ഉള്ള ആളുകളുടെ അടുത്ത്, പ്രശ്നങ്ങളുള്ള ആളുകളുടെ അടുത്ത് എത്തുകയും അവർക്ക് പരിഹാരം കൊടുക്കുകയും ഒക്കെയാണ് നിങ്ങളുടെ ഒരു ജോലി എന്ന് പറയുന്നത്. ആ ഒരു പ്രദേശത്ത് ജോലി ചെയ്യുന്ന ഒരാള് അതിനിടയിൽ നിന്ന് നർമ്മം കണ്ടെത്തുകയും അത് പറയാൻ വേണ്ടി സമയം കണ്ടെത്തുകയൊക്കെ ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ്. അത് വളരെ ഗംഭീരമായി. അടിപൊളിയായിരുന്നു കേട്ടോ. സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ജോലി ചെയ്യുന്ന യാതൊരു ബന്ധവുമില്ലാത്ത ഈ ഫണ്ണുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ നിങ്ങൾ അതിനിടയ്ക്ക് കണ്ടുപിടിച്ച കുറെ കാര്യങ്ങൾ, ബംഗാളിനെ കുറിച്ച് പറഞ്ഞതും റാസും ഒക്കെ വളരെ നന്നായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. സ്റ്റാൻഡപ്പ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം പിന്നെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മൈ ജി ഫ്യൂച്ചർ ഫൺ ബേബി ഫണ്ടിൽ വൗസസ് വാവ് മൂവ്മെന്റ് ഏറ്റവും നല്ല പെട്ടെന്ന് നല്ലവരുണ്ടാക്കാൻ പറ്റിയ പരിപാടിയാണ് ഭക്തിമാർഗം. ജീവിതത്തിൽ പള്ളിയിൽ പോത്ത് ഞാൻ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കുമ്പസാരിക്കാൻ പോകാന്ന് വിചാരിച്ചു. കുമ്പസാരിച്ച് എന്താന്ന് വിചാരിക്കുമല്ല. ഞാൻ ചെന്നത് ഞായറാഴ്ച ദിവസമാണ് കുമ്പസാരിക്ക് കൊടുക്കാത്ത ക്യൂ. ഞാൻ ആ ക്യൂവിൽ പോയി ഇങ്ങനെ നിന്ന്. അപ്പോൾ നിർത്തേക്ക് എനിക്ക് മുഖപ്പോൾ നല്ല ആൾക്കാരുണ്ട്. മുഖപ്പോൾ ക്യൂ അച്ഛൻ്റെ അടുത്തേക്ക് എത്താൻ 1 മണിക്കൂർ എടുത്ത്. അച്ഛൻ്റെ അടുത്തേക്ക് കറക്റ്റ് എത്താറായപ്പോൾ എൻ്റെ മൈൻഡ് ഔട്ടായി പോയി കേട്ടാ. ഞാൻ അച്ഛൻ്റെ അടുത്തേന്ന് പറഞ്ഞ് 2 ജവാൻ ഫുള്ളെന്ന്. ഇതാണ് മണവാട്ടി. ബേബി സാറിന് ആദ്യത്തെ കല്യാണത്തിന് ഇത്ര നാണമൊന്നും ഉണ്ടായിരുന്നില്ലോ. അന്ന് എനിക്ക് നാണം വാനൊന്നും ഉണ്ടായില്ല. ഇന്ന് ഞാൻ മുതലാളിയാണല്ലോ. പള്ളിയിലെ അച്ഛൻ്റെ അടുത്തും കപ്പിയാരുടെ അടുത്തൊക്കെ പറഞ്ഞായിരുന്നോ? ഇതൊക്കെ ഒരു സങ്കല്പല്ലേ? അല്ല, അപ്പൊ മണവാട്ടി അനുഗ്രഹം മേടിക്കണ്ടേ? ഒറ്റ സെക്കൻഡ് കല്യാണം കഴിക്കാൻ പോലെ അതിന്റെ മുന്നോടിയായിട്ട് മണവാട്ടിയുടെ അനുഗ്രഹം മേടിച്ചില്ലല്ലോ. മണവാട്ടിയുടെ അനുഗ്രഹം എന്നാ? ഇതാണ് മണവാട്ടി. മണവാട്ടി. ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ സമ്മാനം കൊടുത്തിട്ട് കല്യാണം പോരെ? അയ്യോ നല്ലതാ. നമ്മൾ ഈ ചടങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു നല്ല കാര്യം. സമ്മാനം കൊടുക്കാൻ 2 ഗസ്റ്റുകളുണ്ട്. രമേശ് ഏട്ടാ, പ്രചോദ് ഏട്ടാ, പ്ലീസ്. രമേശ് ഏട്ടാ, ഇന്നത്തെ മൈ ജി ഫ്യൂച്ചർ മൈ ഇൻസ്പിറേഷണൽ സ്റ്റോറി. ഈ സമയത്ത് ഞാൻ ഓർക്കുന്നത് നമ്മൾക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ഇന്നസെന്റ് ഏട്ടൻ, അദ്ദേഹത്തിന് പെട്ടെന്ന് ക്യാൻസർ എന്നൊരു വലിയ അസുഖം വരികയുണ്ടായി. സാധാരണഗതിയിൽ ഏതൊരാളും തളർന്നു പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹം അതിൽ പിടിച്ചു നിന്നു. അദ്ദേഹം പലപ്പോഴും അതിനെക്കുറിച്ച് നർമ്മങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ നടക്കുന്ന സമയം ഇന്നസെന്റ് ഏട്ടനുണ്ട്, ആലീസ് ചേച്ചിയുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്. അപ്പോൾ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ചു, ഇത്രയൊക്കെ നർമ്മം പറയുന്ന ഒരാളാണ്, അസുഖം വന്ന ശേഷവും നർമ്മം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഏതെങ്കിലും ഒരു സമയത്ത് ഇന്നസെന്റ് ഏട്ടൻ കരയുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മളെല്ലാം അദ്ദേഹം ചിരിച്ച മുഖത്തോടെയാണ് കണ്ടിട്ടുള്ളത്. ചേച്ചി പറഞ്ഞു, ഇന്നസെന്റ് ഏട്ടന് വയ്യായ്മ വന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ചേച്ചിക്കും വയ്യായ്മ വന്നു. അങ്ങനെ ഡോക്ടർ ഇന്നസെന്റ് ഏട്ടനോട് ചേച്ചിക്ക് വയ്യായ്മ വന്നു എന്ന കാര്യം പറഞ്ഞപ്പോൾ അന്ന് ആദ്യമായിട്ട് ഇന്നസെന്റ് ഏട്ടന്റെ കണ്ണ് നിറഞ്ഞു എന്ന് ചേച്ചി പറഞ്ഞു. ഒരു വലിയ പൊതുസ്ഥലത്താണ് ഇത് പറയുന്നത്. അന്ന് ആദ്യമായിട്ട് ഇന്നസെന്റ് ഏട്ടന്റെ കണ്ണ് നിറഞ്ഞു എന്ന് പറഞ്ഞ ആ നിമിഷം തന്നെ ഇന്നസെന്റ് ഏട്ടൻ പറഞ്ഞു, അതാണ് ആക്ടിങ്, ഞാൻ അഭിനയിക്കുകയാണ് കരയുന്നതായിട്ടെന്ന്. ഞാൻ അവിടെ ശ്രദ്ധിച്ചൊരു കാര്യം, പലപ്പോഴും നമ്മൾ പ്രശ്നത്തെ ചിരിച്ച മുഖത്തോടെ അതിജീവിക്കുന്നു എന്നുള്ളത് മാത്രമല്ല,
നമ്മളുടെ പ്രശ്നം കാരണം മറ്റൊരാൾ വേദനിക്കരുത് എന്നൊരു ചിന്ത കൂടി അതിനകത്തുണ്ട്. ഒരുപക്ഷെ ഇവിടെ വരുന്ന ഓരോ കലാകാരന്മാരും അത്തരത്തിലുള്ള വ്യക്തിപരമായ അല്ലെങ്കിൽ സാമൂഹികമൊക്കെ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഇവിടെ വരികയും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കാനുമാണ്. അത്തരത്തിലുള്ള രണ്ട് കലാകാരന്മാരാണ് ഇന്ന് നമ്മളോടൊപ്പം വന്ന് നിൽക്കുന്നത്. മെൽവിനാണ്, ഒരാള് പോലീസ് ഉദ്യോഗസ്ഥനാണ്. രണ്ടുപേരും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. എങ്കിലും എടുത്ത വിഷയങ്ങളുടെ പുതുമകൾ കൊണ്ടും അവതരിപ്പിച്ചതിന്റെ ചില വേഗത കൊണ്ടും അതിന്റെ ഒരു ടൈമിംഗ് കൊണ്ടുമെല്ലാം ഇന്നത്തെ രണ്ടുപേർ മത്സരിച്ചതിൽ ഏറ്റവും മികച്ച പ്രകടനമായി തിരഞ്ഞെടുക്കുന്നത് മെൽബിൻ മാനുവൽ. അപ്പോ ബേബി മോളാണി ആ താലികെട്ടിലേക്കാണ് നടക്കാം. ചെറിയൊരു കർമ്മമുണ്ട്, ചെറിയൊരു കർമ്മമുണ്ട്. ഓം ബനാനേ ഒരു പൂ തരാമോ, ഓം ബനാനേ ഒരു കായ് തരാമോ, ഓം ബനാനേ ഒരു പൂ തരാമോ, ഓം ബനാനേ ഒരു കായ് തരാമോ, ഓം ബനാനേ ഒരു കായ് തരാമോ. ആയിക്കോട്ടെ പെട്ടെന്ന് ആ താലി അങ്ങോട്ട് കൈമാറാ. അപ്പോ ഒന്ന് പൊക്കി പിടിച്ചു കൊടുക്കുക. സങ്കല്പമുള്ളോ